സന്തോഷമാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതും വന്നതും. സാബു സാറും ഒക്കെ ആയിട്ട് കഴിഞ്ഞതാ. സാറ് പറയും മരുന്ന് മേടിക്കണ കാലത്ത് കാശ് വേണ്ടെന്ന് പറഞ്ഞാൽ സാറ് പറയും അമ്മയുടെ മോനാന്നോർത്ത് മേടിക്കണം എന്നൊക്കെ പറയാറുണ്ട്. സന്തോഷമായി. അടുത്ത വർഷം വരുമല്ലോ. ഇത്ര ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? നല്ല സന്തോഷം തോന്നി. ഞങ്ങൾ ആദ്യമായിട്ട് വന്നല്ലോ. അമ്മമാരെ ആദരിക്കുന്നതിലൂടെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് നടത്തുന്നത്. വിധവകളായ ആയിരക്കണക്കിന് അമ്മമാർക്കൊപ്പമാവുകയെന്നാൽ സമൂഹത്തിന്റെ നിർമ്മിതിയുടെ അടിസ്ഥാനമായ മാതൃത്വ പദവിയെ ബഹുമാനിക്കുക എന്നതാണ് എന്നും MP ജോസ് കെ മാണി പറഞ്ഞു. അമ്മമാരെ ആദരിച്ചും സ്നേഹിച്ചും സമ്മാനങ്ങൾ നൽകിയും കഴിഞ്ഞ 13 വർഷം മുൻപ് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സാബു കെ ജേക്കബ് തുടങ്ങിവെച്ച് പിന്നീട് പിറവം നഗരസഭയായി മാറിയപ്പോൾ നഗരസഭയുടെ പ്രഥമ ചെയർമാനായിരുന്നപ്പോഴും മുടങ്ങാതെ എല്ലാ വർഷവും ജനുവരി 5-ന് നിർധനരും വിധവകളുമായ അമ്മമാർക്ക് ഭക്ഷ്യമരുന്ന് കിറ്റ്, അവർ ധരിക്കുന്ന വസ്ത്രം, പുതുവത്സര കൈനീട്ടം, ഉച്ചഭക്ഷണമടക്കം നിരവധി കാര്യങ്ങൾ നൽകിയാണ് അമ്മയോടൊപ്പം പരിപാടി നടത്തുന്നത്. ഇപ്പോൾ 14-ാം വർഷത്തിലേക്ക് കടന്ന അമ്മയോടൊപ്പം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP ജോസ് കെ മാണി. ഒരു പാർലമെന്റ് അംഗം എന്ന നിലയ്ക്ക് ഞങ്ങളൊക്കെ പല പരിപാടികൾ പങ്കെടുക്കും. നമ്മൾ സ്വകാര്യ പരിപാടികൾ പങ്കെടുക്കും. ഇന്ന് സർക്കാരിൻ്റെ പരിപാടികൾ, പാലത്തിൻ്റെയും കുടിവെള്ളത്തിൻ്റെയും പല പദ്ധതികളുടെയും ഒക്കെ പങ്കെടുക്കും. പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായ ഒരു ചടങ്ങിലാണ് ഞാനിവിടെ പങ്കെടുക്കുന്നത്. അത് ഏറ്റവും മനസ്സ് നിറയുന്ന ഒരു ചടങ്ങാണ്. അമ്മയോടൊപ്പം എന്ന് പറയുമ്പോൾ ഈ ചടങ്ങ് ഞാൻ ഓർക്കുന്നത്, ഇവിടെ സാബു സൂചിപ്പിച്ച പോലെ 13 വർഷക്കാലം മുമ്പ് അന്ന് മറ്റൊരു ഹാളിലായിരുന്നു. അവിടെ വെച്ച് ഞാനും ആ ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടായിരുന്നു. ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയ്ക്ക് ലോക്സഭയുടെ ഭാഗമായിരുന്നു പിറവം. ഇപ്പോൾ രാജ്യസഭയിലാണ് ഞാൻ. അന്നേരം ഇതുപോലെ തന്നെ നമ്മുടെ അമ്മമാരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, പലപ്പോഴും നമ്മൾ ചടങ്ങുകൾ വെക്കാറുണ്ട്, പല പരിപാടികൾ വെക്കാറുണ്ട്. പക്ഷേ ആ ചടങ്ങ് വലിയ മനോഹരമായ വിജയമായിരുന്നു. ഞാൻ ഓർത്തു അത് ആ ഒരു വർഷത്തേക്കുള്ളതാണ്. ഇനി അങ്ങനെ ഒരു ചടങ്ങ് വീണ്ടും നടക്കുമോ എന്നെൻ്റെ മനസ്സിലേക്ക് ഒരു സങ്കേതമുണ്ടായി. കാരണം അന്ന് നഗരസഭ ചെയർമാനായിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. കാരണം അങ്ങനെ സങ്കേതം വരാനായിട്ടൊരു സംശയം വരാനുള്ള കാരണം തന്നെ ഇതുപോലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യണം, കൊണ്ടുവരണം, അവർക്കുള്ള സഹായങ്ങൾ എത്തിക്കണം. നിങ്ങളെ മറ്റൊരു തരത്തിലല്ല, പക്ഷേ നിങ്ങളെ ഓരോരുത്തരും ഹൃദയത്തിൽ നിന്നുള്ള ഒരു സന്തോഷം ഉണ്ടാകണം. അപ്പോൾ ഞാൻ ഓർത്തു അതുകൊണ്ട് തീർന്നു എന്നുള്ളത്. പക്ഷേ ഒരു വർഷം പോലും വിട്ടുപോകാതെ ഈ പദ്ധതി ഏറ്റവും മനോഹരമായി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സുഹൃത്തുമായ ഞാൻ സാബുവിനെ ഏറ്റവും ആദ്യമേ ഞാൻ അനുമോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതിൻ്റെ പിന്നിൽ ഏതൊക്കെയാൽ പേരക ശക്തികളായ പലരും ഉണ്ടാകണം. ഞാനിവിടെ സൂചിപ്പിച്ചു നേരത്തെ തന്നെ, വിദേശത്താണെങ്കിലും പിറന്ന മണ്ണിനോടുള്ള ആ സ്നേഹവും ആദരവും ആ പാരമ്പര്യവും ആ സംസ്കാരവും കാത്തു സൂക്ഷിക്കുവാൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? അവരുടെ തിരക്കിനിടയിൽ ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ഇരിക്കേണ്ട കാര്യമുണ്ടോ? തീർച്ചയായും അമേരിക്കയിലെ ആ അസോസിയേഷൻ, നമുക്കറിയാം ഫോമയുടെ പ്രസിഡന്റ് ബഹുമാനായ ബേബി ഉൾപ്പെടെയുള്ള മറ്റ് ഭാരവാഹികളുടെ എല്ലാം ഉണ്ട്. അവരുടെ ആ നല്ല മനസ്സിനെ ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിച്ചു കൊള്ളുകയാണ്. ഞാൻ എപ്പോഴും ഓർക്കും, ഈ പരിപാടി നടത്തുമ്പോൾ ഇങ്ങനെയൊരു പരിപാടി മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാനെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, എൻ്റെ സ്ഥലത്ത് പോലും അല്ലെങ്കിൽ മറ്റ് ഈ കേരള സംസ്ഥാനത്ത് ഇതുപോലൊരു പരിപാടി നടത്തിയിട്ടില്ല. അത് പിറവത്ത് മാത്രമാണ് നടത്തിയിട്ടുള്ളത്. നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കൂ. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പരിപാടിയുടെ ഒരു പേര് അമ്മയോടൊപ്പം എന്ന്, അതിനപ്പുറം മറ്റൊരു പേരിടാനില്ല. അമ്മയോടൊപ്പം പിറവത്ത് ഈ പരിപാടി നടക്കുമ്പോൾ നമുക്കറിയാം, വളരെ നേരത്തെ തന്നെ ജന്മമെടുത്ത് ഈ സാഹു, അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു പിതാവ് അല്ലേ, എത്ര വയസ്സായപ്പോഴാണ്? 4 വയസ്സായപ്പോൾ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് അമ്മ മാത്രമേ ഉണ്ടായിരുന്നു. അമ്മയും മരണപ്പെട്ടു ക്യാൻസറായിട്ട് ഒരു 10-20 വർഷക്കാലത്തിന് ശേഷം. ആ മകൻ്റെ അമ്മ എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്.
അതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സുഹൃത്താണ്, ഒരു മകനാണ് സാബു എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുക. അമ്മയുടെ സ്പർശനത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും മാധുര്യമാണ് ഓരോ ദിനവും നമ്മെ പുണ്യമാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 13 കൊല്ലങ്ങളിലായി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അന്തരിച്ച ചലച്ചിത്ര താരം കവിയൂർ പൊന്നമ്മയടക്കം പ്രമുഖരാണ് അമ്മയോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്തത്. പിറവം മുനിസിപ്പാലിറ്റിയിലെ മാത്രമല്ല, നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തിലെയും അമ്മമാരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ വർഷം അമ്മയോടൊപ്പം സംഘടിപ്പിച്ചത്. അമേരിക്കയിലെ മലയാളികളുടെ പ്രധാന സംഘടനയായ ഫോമയുടെ നേതൃത്വത്തിലാണ് 14-ാം വർഷത്തെ അമ്മയോടൊപ്പം സംഘടിപ്പിച്ചത്. രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ ഫോമ US പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. അമ്മമാർക്കുള്ള കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം സാജൻ വർഗീസും മിനി സാജനും ചേർന്ന് നിർവഹിച്ചു. ഈ ഒരു പരിപാടി 14-ാമത് പരിപാടിയാണ് അമ്മയോടൊപ്പം എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ നടത്താൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണ് അതിനൊരു പ്രചോദനം? അത് 2013 ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന ഏറ്റവും കൂടുതൽ പരാതിയും പരിഭവങ്ങളും അവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വിധവമാരായ അമ്മമാരുടെയാണ്. അപ്പം അന്നത്തെ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനോട് ഞാനിത് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഞാനൊരു സ്കീം പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർക്കൊരു ഒറ്റപ്പെടലിൻ്റെ ഒരു വേദന അമ്മമാർക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും അവർ ഇങ്ങനെ പറയും, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് മക്കളില്ല, ഭർത്താവില്ല, ആരുമില്ല എന്നൊരു തോന്നൽ. ആ തോന്നലൊന്ന് മാറ്റാൻ എനിക്ക് തോന്നിയൊരു നല്ല ആശയമാണ് അമ്മയോടൊപ്പം. അപ്പോൾ വിധവമാരായ അമ്മമാരെ, താഴ്ന്ന വരുമാനക്കാരായ അമ്മമാരെ വിളിച്ചൊന്ന് ചേർത്ത് നിർത്തുക. അത് വെറുതെ ഒരു പൊന്നാടി എണീച്ചു വിടുകയല്ല, അവർക്ക് അവർ ധരിക്കുന്ന ഒരു ജോഡി വസ്ത്രം, ഒരു ധാന്യ കിറ്റ്, ഒരു മെഡിക്കൽ കിറ്റ്, കൈനീട്ടം, സ്നേഹവിരുന്ന്, ഇന്ന് വരെ അത് മുടങ്ങിയിട്ടില്ല. പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞത് ഈ പരിപാടി നിർത്തരുതെന്നാണ്. ഈ തവണ നമ്മൾ ഫോമ ഏറ്റെടുത്തു. അതുപോലെ തന്നെ അന്ന് 2013 തുടക്കം കുറിക്കുമ്പോൾ ജോസ് കെ മാണിയുണ്ട്. ഇന്ന് 14-ാമത്തെ വർഷം നടത്തുമ്പോഴും പ്രിയങ്കരനായ ജോസ് കെ മാണി പങ്കെടുത്തു. ഈ കുറേ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻസർ കിഡ്നി രോഗികൾക്ക് ഒക്കെ കൊടുക്കുന്ന നിരവധി പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കാറുണ്ട്. എപ്പോഴും വ്യത്യസ്തമായി, രാഷ്ട്രീയത്തിനപ്പുറത്തും. രാഷ്ട്രീയം എന്ന് പറയുന്നത് രോഗികൾക്കോ ഇതുപോലെ വിധവമാരായ അമ്മമാർക്കോ ഇല്ല. നമ്മൾ അവരെ ഏറ്റവും പാവപ്പെട്ടവരായ ആളുകളെ രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ തിരഞ്ഞെടുത്ത് അവരെ ആദരിക്കുക. ഈ വർഷം ഒരു പ്രത്യേകതയുണ്ട്. ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഒരു വ്യത്യസ്ത കുറച്ചുകൂടി ഒന്ന് വിപുലീകരിച്ചു. അതിങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഇനിയും കൂടുതൽ വിപുലീകരിച്ച് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇതൊരു നല്ല കാര്യമാണ്, ഇത് മുടങ്ങരുത് എന്നിപ്പോൾ ഇത്തവണ അങ്ങനെയാണല്ലോ ഫോമ ഏറ്റെടുത്ത്. ഫോമ ഇനിയും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആര് സഹായിച്ചില്ലെങ്കിലും ഇത് നിർത്താതെ തുടർന്നുകൊണ്ട് പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിന് ഒരുപാട് അനുഗ്രഹം, അമ്മമാരുടെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. ജീവിതത്തിലും എൻ്റെ പ്രവർത്തനത്തിലും എനിക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് എൻ്റെ മുതൽക്കൂട്ട്. നമുക്കിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പ്രതിസന്ധികൾ ഫണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ട്? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ അമ്മയോടൊപ്പം പരിപാടി നടത്താനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ എങ്ങനെ ഞാൻ നടത്തുമെന്ന് വിചാരിക്കുമെങ്കിലും പലരും എന്നെ വിളിച്ചു പറയും ഇന്ന സഹായമുണ്ടെന്ന്. ഇപ്പം നാഗാർജുന 14-ാമത്തെ വർഷം അവർ ഒരു വർഷം പോലും മുടങ്ങാതെ ഇവർക്ക് വേണ്ട ആയുർവേദ കിറ്റ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. അങ്ങനെ നിരവധി ആളുകൾ സഹായിക്കുന്നുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് ആളുകൾ ഈ പദ്ധതിയുമായി സഹകരിക്കുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്, അമ്മമാരുടെ അനുഗ്രഹമാണ്. നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനത്തിലും ജീവിതത്തിലും നമുക്കത് മുതൽക്കൂട്ടാം. 14 വർഷമായിട്ട് നടത്തുന്നൊരു പരിപാടിയാണ് അമ്മയോടൊപ്പം എന്ന പ്രോഗ്രാം. അപ്പോൾ നമുക്കറിയാം, എൻ്റെ പിന്നിൽ കാണുന്നവരെല്ലാവരും കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന അമ്മമാരാണ്. നമുക്ക് അവരോട് ചോദിക്കാം, അവർക്ക് എന്താണ് സന്തോഷമാണോ ഈ ഒരു അവസരത്തിൽ? വർഷങ്ങളായിട്ട് അവർ കിറ്റ് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് അവരോട് ചോദിക്കാം. എന്താണ് സന്തോഷമാണോ ഇങ്ങനെ ഒരു കിറ്റ് വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ? കിറ്റ് വാങ്ങാൻ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണ്, സന്തോഷമാണോ എന്ന്? സന്തോഷം. അമ്മയ്ക്ക് ഇപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അമ്മ ഇച്ചിരി ദുഃഖത്തിലിരിക്കുമായിരുന്നു. ഹസ്ബൻഡ് മരിച്ചുപോയി, അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാ കൊച്ചു വിളിച്ച് കൊൻ്റെ കൂടെ പോകുന്നു. എൻ്റെ കൂടെ വേറെ ആളുണ്ടായിരിക്കും, അറിയില്ല. എല്ലാ വർഷവും വന്ന് വാങ്ങിക്കാറ്? എല്ലാ വർഷമല്ല, ആദ്യമായിട്ടാണ്. ഇതൊരു നല്ലൊരു പ്രവർത്തനമാണ്. ഒരു സഹായമല്ലേ ജനങ്ങൾക്ക്. നല്ല അഭിപ്രായം. അപ്പോൾ ഇത്ര ജനങ്ങളെയൊക്കെ കണ്ട് ഇങ്ങനെ ഒരു ഇതിൽ വന്നപ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ട്. ഇതിന് എത്ര സന്തോഷമുണ്ടല്ലോ ആളെയൊക്കെ കണ്ടപ്പോൾ. സമാധാനമായി. വെറുതെ മൂടിക്കുത്തി വീട്ടിലിരുന്ന് ദുഃഖിച്ചിരിക്കണതാ ഇല്ലാത്തതുകൊണ്ട് നല്ല സന്തോഷമായി കണ്ടപ്പോൾ. എന്നാ പറയാനുള്ള? ഇപ്പം പറയാനുള്ളത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം അറിയണത്. ഈ വർഷമാണ് വന്നേക്കണത്. നിങ്ങൾ വേറെ പഞ്ചായത്തായിരുന്നോ? അല്ല, ഇത് ഉണ്ടായിരുന്നു, ഇതും അറിഞ്ഞില്ല. ഞങ്ങളുടെ കൊണ്ടുവന്ന ആൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെ വിളിച്ചു പറഞ്ഞാണ് ഇപ്പം ഇത് ഇങ്ങനെ വന്നേക്കണം. 14 വർഷമായില്ലേ? ഈ 14 വർഷവും അമ്മ കിറ്റ് വാങ്ങാറുണ്ടായിരുന്നു? കഴിഞ്ഞ കൊല്ലം മാത്രം മേടിച്ചില്ല. കഴിഞ്ഞ കൊല്ലം എന്നാ പറ്റി വാങ്ങിക്കാനായിരുന്നു തോന്നണം. എന്നാണോ
ഇത് എങ്ങനെയാണ് ഈ കിറ്റിനകത്ത് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് തരുന്നത്? അരിയുണ്ട്, തുണിയുണ്ട്, ആഹാരമുണ്ട്, എല്ലാ കൂട്ടവും ഉണ്ട്. എല്ലാ വർഷവും ഈ ഒരു സമയമാകുമ്പോൾ ഇങ്ങനെ ഇവിടെ കിറ്റ് തരും. എന്താണ് ഇങ്ങനെ ഇത്രയും അമ്മ കരയാനുള്ളൊരു കാരണം എന്നാ? ഈ എന്താ മനസ്സിൽ തോന്നുന്നത് ഈ ഒരു സമയത്ത്? ഇവരൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് സാബു സാറുമൊക്കെ ആയിട്ട് കഴിഞ്ഞതാ. സാറ് പറയും മരുന്ന് മേടിക്കണ കാലത്ത് കാശ് വേണ്ടെന്ന് പറഞ്ഞാൽ സാറ് പറയും അമ്മയുടെ മോനാന്നോർത്ത് മേടിക്കണം എന്നൊക്കെ പറയാറുണ്ട്. നേരത്തെ മരുന്നിന് പൈസ തരുവേ, അതെപ്പോഴായാലും സാറുമായിട്ട് വലിയ കാര്യമാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് എന്താവശ്യത്തിനും കൂടെ നിൽക്കുന്നവരല്ലേ ഇവരെല്ലാവരും? അതെ, ഇതുവരെ അങ്ങനെയാണ് നിൽക്കണേ. ആരും ഒന്നും കുഴപ്പത്തിലില്ല. ആ ഒരു സന്തോഷത്തിൻ്റെയും ആണ് ഇത്രയും സങ്കടം അല്ലേ? കരയൊന്നും വേണ്ട, അവർ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ എല്ലാത്തിലും. ആദ്യമായിട്ടാണോ ഈ ഒരു പ്രോഗ്രാമിന് വരുന്നത്? അതെ, ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വന്നത്. അത് സാബു ചേട്ടനായിട്ടുള്ളൊരു വ്യക്തിപരമായിട്ടുള്ള ഇതുകൊണ്ടാണ്. ഇതിനു മുമ്പ് ഇത് അറിഞ്ഞിരുന്നില്ല? ഇല്ല, ഇങ്ങനെ അറിഞ്ഞിരുന്നില്ല. ഇതൊരു 14 വർഷമായെന്ന് പറയണം ഈ ഇതുണ്ടായിട്ട്. അപ്പം ഞങ്ങളോട് ചോദിച്ചു ഇങ്ങനെ കുറച്ച് അമ്മമാരായിട്ട് ഇതുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ളത് ഞങ്ങൾ ആമ്പല്ലൂർ പഞ്ചായത്താണ്, 15-ാം വാർഡിൽ ഞങ്ങൾ തന്നെ. അപ്പോൾ അവർ പറഞ്ഞു മറ്റുള്ള ആളുകളിലേക്കും ഇത് അറിയട്ടെ, അമ്മമാരെയും ഒക്കെ. അങ്ങനെ അത് ഞാൻ തൊഴിലുറപ്പിന് മേറ്റായതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരെയും കൊണ്ട്, ഞങ്ങളുടെയിലുള്ള പിള്ളേരെയും കൊണ്ട് 10-14 പേരുമായിട്ട് വന്നു. അപ്പോൾ എത്ര പേരെ കൊണ്ടുവന്നാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് തന്നെ എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എന്തോരം അമ്മമാരാണ് അവർ ഇങ്ങനെ ഇവരിത് ചെയ്യുമ്പോൾ തന്നെ നമുക്കതൊരു ഇതല്ലേ, എത്രയോ പേരുടെ പ്രാർത്ഥന ഉണ്ടാവും. ഇനി ഇതുപോലുള്ളൊരു വർഷങ്ങളിൽ ഇതിനേക്കാൾ ഗംഭീരമായിട്ട് പരിപാടി നടക്കാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഇതുപോലുള്ള സംഘടനകളൊക്കെ മുന്നോട്ട് വരണം. മറ്റുള്ള പഞ്ചായത്തുകളിലേക്കും ഇതറിയണം, ഇത് വ്യാപിക്കണം. മറ്റുള്ള അമ്മമാർക്കും ഇതുപോലെ സഹായങ്ങൾ കിട്ടണമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പിറവത്ത് നടന്നു വരുന്ന, വർഷങ്ങളായി നടന്നു വരുന്ന അമ്മയോടൊപ്പം എന്ന പരിപാടിയിൽ ഒരുപാട് അമ്മമാർക്കൊപ്പമാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. ആ അമ്മമാരുടെ സന്തോഷം മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാം അടുത്ത ഒരു വർഷത്തിനായിട്ടുള്ള കാത്തിരിപ്പും കൂടെയാണ് ഈ ഒരു പരിപാടി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന കുറേ അമ്മമാരുണ്ട്, അവരോടൊപ്പം നമുക്ക് സന്തോഷം ഒന്ന് പങ്കിടാം. അമ്മേ, എങ്ങനെയാണ് ഈ പരിപാടിയിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? സന്തോഷമാണോ? സന്തോഷമാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതും വരുന്നതും. ഞങ്ങൾ തൊഴിലുറപ്പിലെ പെണ്ണുങ്ങളാണ്. ഞങ്ങളുടെ മേറ്റിന്റെ ഗുണം കൊണ്ടാണ് ഞങ്ങളിപ്പോൾ അറിയുന്നത്. അങ്ങനെ പറഞ്ഞതാണ്. ഇനി അടുത്ത വർഷം വരും. അങ്ങനെ ഒരുപാട് വർഷം വന്ന് ഇവിടെ നിന്ന് ഈ കിറ്റൊക്കെ മേടിച്ചുകൊണ്ട് പോയി സന്തോഷത്തോടു കൂടി കഴിയാൻ സാധിക്കട്ടെ. അമ്മേ, എങ്ങനെയുണ്ട് ഈ പരിപാടിയിൽ വന്നിട്ട്? സന്തോഷമാണോ? സന്തോഷമാണ്. ആദ്യമായിട്ടാണോ വന്നേ? ആദ്യമായിട്ട് തന്നെ വരുന്നത്. ഈ പരിപാടി കണ്ടിട്ട് എന്ത് തോന്നി? ഇത്രയും അമ്മമാർ ഇവിടെ വന്നപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നിൽച്ചപ്പോൾ സന്തോഷമായി. അടുത്ത വർഷം വരുമല്ലോ. അപ്പോൾ അടുത്ത വർഷം വരുമെന്നുള്ള ഉറപ്പാണ് എല്ലാ അമ്മമാരും നമുക്കിവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഒരുപാട് അമ്മമാർ നമ്മളോടൊപ്പം ഉണ്ട്. അമ്മമാരോടൊക്കെ ചോദിക്കാം, ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടല്ല, അതെ, ഒരുപാട് വർഷം മുമ്പ് വന്നിട്ടുള്ള അമ്മ ഇവിടെ ഉണ്ട്. ഇപ്പൊ എത്ര വർഷമായി വരാൻ തുടങ്ങിയിട്ട്? 3 വർഷമായി. 3 വർഷം എന്നൊരു സന്തോഷമാണോ? അതെ, സന്തോഷം തന്നെയാണ്. എന്താണ് ഈ പരിപാടിയെ പറ്റി പറയാനുള്ളത്? പറയാൻ നമുക്കൊരു നല്ല കാര്യമല്ലേ ഇത് കിട്ടുന്നത് തന്നെ. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിട്ട് ഇത് മേടിക്കാൻ വന്നത്. അതെ അതെ, ഓക്കെ ഓക്കെ. അമ്മ വീട്ടിലാണ്? വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ വന്നത്. ഓക്കെ, അമ്മയ്ക്ക് വരണമെന്ന് തന്നെ ആയിരുന്നു ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഒരുപാട് ആളുകൾ ഇതുപോലെ വരണമെന്ന് ആഗ്രഹിച്ച് വരാൻ പറ്റാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളവരും കൂടെയാണ് ഈ കിറ്റ് ഇവിടെ വന്ന് മേടിക്കുന്നത്. കാരണം അമ്മയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ സന്തോഷം തന്നെയാണ്. അപ്പോൾ ഒരുപാട് അമ്മ വരും. അമ്മേ, എങ്ങനെയുണ്ട്? സന്തോഷമാണോ? സന്തോഷമാണ്. എത്ര നാളായി ഈ പരിപാടിക്ക് വരാൻ തുടങ്ങിയിട്ട്? ആദ്യമായിട്ടാണോ വരുന്നത്? 2013 മുതൽ. അതായത് ഇടയ്ക്ക് വെച്ചത് നിർത്തി കളഞ്ഞായിരുന്നു. ആരോഗ്യ ചീട്ട് തന്നില്ല, അങ്ങനെ നിന്നുപോയി. പിന്നെ എനിക്ക് കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ പിന്നെ പരാതിയൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വർഷമാണ് എനിക്ക് കിട്ടി തുടങ്ങിയത് തന്നത്. സന്തോഷമായില്ലേ? എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഒരുപാട് അമ്മമാരോടൊപ്പം നിൽക്കുമ്പോൾ നമുക്കും ആ സന്തോഷം മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് നാളുകൾ ഇതുപോലെ തുടർന്നുകൊണ്ട് പോകാനായിട്ട് ഇതിൻ്റെ പ്രവർത്തകർക്കും ഇതിൻ്റെ അമരത്ത് നിൽക്കുന്ന സാബു കെ ജേക്കബിനും കഴിയട്ടെ. അതോടൊപ്പം ഇതുപോലെ അമ്മമാരോടൊപ്പം നിന്ന് നമുക്ക് ഒരുപാട് ഓണവും വിഷുവും എല്ലാം ഉൾക്കൊണ്ട് ഈ ജനുവരി മാസത്തിൽ 5-ാം തീയതിയിൽ ഇതുപോലെ അമ്മയോടൊപ്പം എന്ന ഒരു പരിപാടിയിൽ നമുക്ക് എല്ലാവർക്കും കൂടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.